ഹായ് ഹലോ, നമുക്കൊന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിനായിട്ട് കോളിഫ്ലവർ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, നല്ല ചെറുതായിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിൽ അതൊന്ന് കട്ട് ചെയ്തൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് തിളക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 മിനിറ്റ് ഒന്ന് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളക്കണ്ട, 1 മിനിറ്റ് അത്രയും മതി. അത് കഴിഞ്ഞിട്ട് ഇനി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ മതി കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ളൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ചിക്കൻ മസാല ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനിടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കണം. ഒരുപാട് വെള്ളം പോലെ ആവരുത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിതൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന്
തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എണ്ണയിലൊന്ന് കോരി മാറ്റണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.